എത്തിയല്ലോ ഭാഗ്യത്തി പിള്ളേ. എന്തോ അപ്പൊ എത്തി. കടുങ്കാപ്പി ഒന്നുകൂടെ എടുത്തോ. അപ്പോ എടാ അപ്പോ എണീക്കാൻ. ഇത്ര പെട്ടെന്ന് അമ്മാവിനും എത്തിയോ? ഞാനല്ല എത്തിയത്, നീയാ കൂടെ എത്തിയത്. എടാ ഇത് കാളവണ്ടിയാ. ഓ വയസ്സെത്രേ? വയസ്സോ? അല്ല സമയത്രേ? മണി 7 കഴിഞ്ഞു. അയ്യോ, തോട്ടത്തിൽ മരുന്ന് കളിക്കുന്ന സമയം കഴിഞ്ഞല്ലോ. 2 ചാക്കുമുട്ട ഇറക്കിട്ടോ. നീ ചാക്കിനകത്ത് കയറി കിടന്നുറങ്ങായിരുന്നു. അപ്പൊ ആരാ വണ്ടി കളിച്ചത്? വണ്ടി ആരും തെളിക്കണ്ട, ഇത് ഒട്ടകീറ താനെ തെളിഞ്ഞോളും. നീ 2 ചാക്കുമുട്ട ഇറക്കിട്ടെ. ഇതിന്റെ ഇവിടെ ഇറക്കണേ? ഇത് നിന്റെ വീട്ടിൽ കൊള്ളാല്ലേ? ഇത് എന്റെ വീട് തന്നെ അല്ലേടാ, ഇങ്ങോട്ട് ഇറക്കിടാ. എടുത്തോ. എടാ മണി, ഞാൻ എങ്ങനെയാ പൊക്കണത്? ഒന്ന് പൊക്കിത്താ. പൊക്കിക്കോടാ. അങ്ങോട്ട് 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 എന്തീ കാട്ടണേ? കൊണ്ടുപോയേക്കടാ. അമ്മവാ. ഓ അയ്യോ, ഈ വാതിലൊന്ന് പൊക്കി വെച്ചോടാ മനുഷ്യ. അങ്ങോട്ട് ഒതുക്കി വെക്കടാ. 10 പൈസ ചെലവില്ലാതെ ഒതുങ്ങി കിട്ടിയതല്ലേ, ഇനി താൻ എങ്ങ് ഒതുക്കി വെച്ചാ മതി. അതിന് നിനക്കെന്താ അത്ര ചൊറിച്ചല്? എങ്ങനെ ചൊറിയാതിരിക്കും? നിങ്ങളുടെ മോൾ അവൻ കെട്ടാൻ പോണെന്നും പറഞ്ഞ് നാരങ്ങ പിഴീണ പോലെയല്ല അവനെ പിഴിയണത്. മോളെ കെട്ടാൻ പോണവന്റെ കയ്യിൽ നിന്ന് വാങ്ങി നക്കാനേ രാമവർമ്മ 2ാമത് ജനിക്കണം. ഞാൻ രാജവംശത്തിൽ പറഞ്ഞവനാ. അവൻ ഇതൊക്കെ കൊണ്ടുവന്ന് തരുന്നതേ അവൻ കൃഷി ചെയ്യുന്ന എന്റെ ഭൂമിയിലായതുകൊണ്ട്. അതവൻ വില തന്ന് വാങ്ങിയതല്ലേ? വില തന്നു വെച്ച് പണ്ട് മഹാരാജാവ് കരമൊഴിവാക്കി തന്ന പവിത്രമായ മണ്ണ് ഞാൻ വിട്ടുകൊടുത്തില്ലേ? അതിന്റെ പേരിൽ അവനെത്തി നന്ദി കാണിച്ചാൽ നിനക്കെന്താണ് ആ പന്നി ഇത്ര തരണം? പോയി മറ്റേടാക്കിയെടുത്തോടാ. എണ്ണയുടെയും കുഴമ്പിന്റെയും കാര്യമൊന്നും അമ്മായി പറഞ്ഞില്ല, പക്ഷെ ഞാനത് ഓർത്തു. മനഃപൂർവ്വം പറയാഞ്ഞതാ. അപ്പോ നീ ഇങ്ങനെ വാരിക്കോരി ചെലവാക്കണ കാണുമ്പോ എനിക്ക് സങ്കടം. അമ്മായി എന്തിനാ സങ്കടപ്പെടുന്നേ? എന്റെ അമ്മയും അമ്മായിയും ഞാൻ 2ആയിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ കാണാൻ എനിക്ക് കഴിയില്ല. ആ അമ്മൂ സീരേക്ക് എന്തി? അമ്മ ചേച്ചി 2 തൊട്ടി വെള്ളമെങ്കിലും കോരിത്താ. അതിപ്പോ നനച്ചിട്ടെന്തിനാ? അതിന് പൊന്നു വിളയോ? കിട്ടിയോ? ആ ചൊളിയോ ലാച്ചയോ? അതൊന്നുമല്ല, ചുടിദാറാ. നീ പറഞ്ഞ കളർ തന്നെ കിട്ടി. ഇനി ഫീസ് കൊടുത്തില്ല എന്നും പറഞ്ഞ് കോളേജ് പോകാതിരിക്കണ്ട. എനിക്ക് വേണ്ട. ഇതിന്റെ പേരിൽ ക്ലാസ്സിൽ ഒന്നിനും മൂച്ച് കാണിക്കാനല്ലേ? അതാ മുതലാളിയുടെ മോൻ നിന്നെ ശല്യപ്പെടുത്തി അറിഞ്ഞിട്ടല്ലേ ഞാന്. ശല്യപ്പെടുത്തിയതൊന്നുമല്ല, ഞാൻ കൊടുത്ത ലെറ്ററിന് അയാൾ മറുപടി വന്നത്. ആരെങ്കിലും നോക്കാണ്ട് പറ്റുമോ? എത്ര നാളാ ഇങ്ങനെ വല്ലവരുടെയും ചെലവിൽ കഴിയണേ? എന്താടി നീ പറഞ്ഞത്? വല്ലവരോ? മേലിൽ ഇനിയൊന്നും പറയരുത്. അപ്പൊ നിന്റെ സ്വന്തം ഏട്ടനാണെന്ന് കരുതിയാ മതി. അരിയും കുഴമ്പും ചെറുതാറും കാശൊക്കെ കരക്കാർക്ക്. അവന് ഈ കാളയ്ക്ക് 2 മണി വാങ്ങാൻ പറഞ്ഞിട്ട് മിണ്ടിയിട്ടില്ല. അങ്ങോട്ട് പോകാനാണ്. കട്ടവണ്ടി കട്ടവണ്ടി നമ്മാറ്റ കാളവണ്ടി. മായ അവിടെ ഇല്ല. അവള് നിന്റെ വീട്ടിലാ. അമ്മ അവിടെ തനിച്ചുള്ളൂ പറഞ്ഞ അവള് നിന്റെ വീട്ടിലോട്ട് പോയി. എന്നാ ഞാൻ തോട്ടത്തിൽ പോയി ഈ മരുന്നൊന്ന് തെളിച്ചിട്ട് വരാം. അല്ല, അവൻ അത്രയ്ക്ക് ചാച്ചിയോ പേരിലോ ഒന്നല്ലല്ലോ. ആ വീട്ടിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവനെ വാങ്ങിച്ചു കൊടുക്കണത്. അല്ല പുന്നമ്മേ, റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്ന പോലെ അനീറ്റിമാര് കൈ നീട്ടി ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കണത്. ഛേ, എനിക്ക് എന്റെ തോലുരിഞ്ഞു പോയി. നാട്ടില് വേറെ ആമ്പിള്ളേരും പ്രേമിക്കുന്നുണ്ട്, കല്യാണം കഴിക്കുന്നുണ്ട്. അതുപോലെയാണിത്. കെട്ടുന്നതിന് മുൻപ് അവൻ ആ വീട്ടിൽ നാഥനായി, കെട്ടിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ നാഥല്ലാണ്ടാവും. ഛേ, ഓർക്കുമ്പോ എന്റെ തോലുരിഞ്ഞു പോവാ. അപ്പൊ തോലുരിയ നീ എന്താ വല്ല പാമ്പ് സർപ്പമറ്റാണോ? രാവകലോളം അവന്റെ കൂടെ നടന്നിട്ട് എത്ര സമയം കിട്ടിയ അവനെ പറ്റി പരദൂഷണം. ഇത് ശരിയാണോ മണി? അത് ശരി. അപ്പൊ നിങ്ങൾ ഒറ്റ കെട്ടാണല്ലേ? എന്താ? അല്ല, അവന്റെ ഈ പോക്ക് പാതാളത്തിക്കാന്ന് ഞാൻ പറഞ്ഞോളൂ. അല്ല, ഞാനേ പാതാള ഭൈരവിയുടെ കഥ പറയായിരുന്നേ. അതെ, ബാക്കി ഞാൻ പറഞ്ഞോടാ. അമ്മയടുത്ത് നിന്റെ ഒരു പരദൂഷണം.
ഞാൻ ഇടിക്കൂട്ടോ. നീ എന്നെ ഇടിക്കുമല്ലേ? ആ ഇതല്ല അരിടി. അപ്പൊ ഞാൻ പിന്നെ വന്ന് എടുത്തു കേട്ടോ. അല്ല, ഈ നേരം വരെ ഈ വീട്ടിലൊരു കട്ടൻ കാപ്പി പോലും ആയില്ലേ? ദാ ഇപ്പൊ കൊണ്ടു. അമ്മയൊന്നും എടുക്കണ്ട, ഞാൻ എടുത്തോളാം. അപ്പോ എന്തോ അവളകത്തില്ല. ആരോ? അയ്യോ പാവം, അധികം വിളച്ചെടുക്കല്ലേ. പിന്നെ എവിടെ പോയി? ആര്? ഞാൻ കെട്ടാൻ പോണ പെണ്ണ് അധികം വിളിച്ചെടുക്കല്ലേ? കുറെ കടക്കാച്ചി പിള്ളേരോടൊപ്പം ഇറങ്ങിയിട്ടുണ്ട്. അവരെക്കാളും ചെറിയ കുട്ടിയെന്ന വിചാരം. അവള് തുള്ളിച്ചാടി നടക്കട്ടെ, അതിന് അമ്മയ്ക്കെന്താ? അമ്മായിമ്മ പോയി ഇപ്പോഴേ തുടങ്ങിയില്ലേ? അവിടുന്ന് ഞാൻ അവളൊന്ന് കണ്ടു ചേരാം. ആ ഒന്ന് വേഗം ആവട്ടെ. അല്ല, ഞാനും സഹായിക്കാം. ഓ വേണ്ട, വെയിലുകൊണ്ട് ശരീരം നിറപ്പിക്കണ്ട. കല്യാണത്തിന് കരിവാളിച്ചിരിക്കും. അപ്പൊ അപ്പുവേട്ടനോ? ഞാൻ കൃഷിക്കാരനല്ലേ, വെയിൽ കൊള്ളാതെ പറ്റുമോ? അപ്പുവേട്ടൻ കൃഷിക്കാരനാണെങ്കിൽ ഞാൻ കൃഷിക്കാരിയാ. ഞാനും വെയിലുള്ളൂ. അതല്ലടി പറഞ്ഞത്. നമ്മൾ രണ്ടുപേരും കറുത്തിരുന്നാലേ നമ്മുടെ കൊച്ചും കറുത്തു പോവും. അത് ശരിയാ, കുട്ടി വെളുത്തിരുന്നാലേ സുസ്മിത സെൻ എന്ന് പേരിടാൻ പറ്റൂ. ഓഹോ, അപ്പൊ പേരും തീരുമാനിച്ചു കഴിഞ്ഞോ? ഞാൻ സെലക്ട് ചെയ്ത പേരാ. അല്ലോ ആ, സംഗതി കൊള്ളാം, പക്ഷേ ഇടാൻ പറ്റത്തില്ല. അതെന്താ? അത് ഞാൻ എന്റെ മോക്ക് ഇടാൻ വെച്ചിരിക്കുന്ന പേരാ. ആദ്യം മുട്ടയെന്ന് പിടിക്കട്ടാ, പല്ലില്ലാത്തവനെ. മതി മതി, എല്ലാം വയ്ക്കോ. അപ്പൊ മോളാണെന്ന് തീരുമാനിച്ചില്ലേ? നടക്കില്ല മോളെ, മോനാണെന്ന് പണ്ടേ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. പേരും കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ എന്റെ മോനെ എന്താ വിളിക്കാന്നറിയോ? രാജാവിന്റെ മകനെ. രാജാവിന്റെ മകനെ. അതാ രാജാവിന്റെ മകൻ തന്നെയാ. നിന്റെ ഒക്കെ തന്ത. നീയൊക്കെ എന്ത് വിചാരിച്ചടാ? എന്താണോ രാവിലെ കുട്ടികളുമായിട്ട് ഏറ്റുപിടിച്ചിരിക്കുന്നത്? കുട്ടികളോ? ഇതാ കുട്ടികള്, തന്തയ്ക്ക് പറക്കാത്തോമാര്. ആ കള ചേട്ടാ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവര് വിളിക്കുന്നില്ല, എന്താ തെറ്റ്? പറഞ്ഞു വരുമ്പോ ചേട്ടൻ ശരിക്കും രാജാവിന്റെ മകൻ തന്നെയല്ലേ? അങ്ങനെ ചോദിച്ചാ അതെ. സംഗതി കളിയാക്കിയിട്ടാണെങ്കിലും ആ വിളി കേൾക്കുമ്പോ ഒരു സുഖമില്ലാതില്ല. എങ്ങട്ടാ ഇറങ്ങിയേ? പിഷാരുടെ കാണേണ്ട ഒരു കാര്യമുണ്ട്. എന്താ കോള്? മായയുടെ അപ്പൂന്റെ ജാതകം നോക്കിക്കണം. എന്തിനാ ഇപ്പൊ ജാതകപ്പൊരുത്തം നോക്കണേ? അല്ലാതെ തന്നെ അവര് തമ്മി നല്ല പൊരുത്തല്ലേ? തന്നെ അന്വേഷിച്ച് ഞാൻ പല പ്രാവശ്യം വന്നിരുന്നു. ആ, കുറച്ചു ദിവസം ഞാൻ കൊട്ടാരത്തിലായിരുന്നു. അവരുടെ വിശേഷം ചിലതൊക്കെ ഉണ്ട്. ഈ അരമന രഹസ്യം പുറത്തു പറഞ്ഞുകൂടാതാണല്ലോ. ഓ, പറഞ്ഞുകൂടാത്താണെങ്കിൽ വേണ്ട. അപ്പൊ ഞാൻ ഇറങ്ങാം, 2 ദിവസം കഴിഞ്ഞ് വരാം. രാമവർമ്മയ്ക്ക് വിഷമമായോ? ഒരു കാര്യവും പുറത്തു പറയരുതെന്ന് പ്രത്യേകം കൽപ്പിച്ചിട്ടുള്ള. ഹേയ്, ഒരു വിഷമവുമില്ല. മാത്രമല്ല, രാമവർമ്മ എന്ന് തികച്ചുള്ള വിളി കേട്ടപ്പോ തന്നെ സന്തോഷാവുകയും ചെയ്തു. ഈ നാട്ടിൽ താൻ ഒഴികെ മറ്റാരും എന്നെ വിളിക്കാറില്ല. വരട്ടെ. ഇനി ജാതകം തമ്മിൽ ചേരില്ല എന്ന് പിഷാരടി പറയോ? ഉണ്ടായിടാ, നാളെ ഞാൻ കിള്ളു. ഇനി അങ്ങനെങ്ങാനും അയാൾ പറയൂ? ഓ, നിനക്ക് എന്താടി? അയാൾ എന്തെങ്കിലും പറയട്ടെ. നമ്മൾ തമ്മിൽ നല്ല ചേർച്ചല്ലേ? നമ്മുടെ അത്ര മനപ്പൊരുത്തമുള്ള ആരെയെങ്കിലും ഈ ഭൂമി മലയാളത്തിൽ കാണാൻ കിട്ടുമോ? എന്നാലും ജാതകം തമ്മിൽ ചേരില്ല എന്ന് പിഷാരടി വിധിച്ചാ ഞാൻ അയാളെ വധിക്കും. ശുക്ലാംബരദം വിഷ്ണു ശശികണ്ഠം ചതുർഭുജം പ്രസന്നഭുജം ഹരേ സർവരോഗശാന്തി മൂർത്തിത്തെ പരികൽപ്പിതോ ശശിർമല ആത്മഹത്യ മൃതാംകൃതം ഭട്ടാവരാദോഷ ഓം നമോ ഭഗവനാശ തത്വമല്ലോ ഉണ്ടോ ബോസേ? നിനക്കാര് കത്തയക്കാൻ? രാമകുടിച്ചേട്ടാ, ഒരു കത്തുണ്ട്. രാമവർമ്മ വിളടാ. എന്നാ രാമവർമ്മ ചേട്ടാ, ഒരു കത്തുണ്ട്. വീട്ടിൽ കൊണ്ടേ കൊടുക്കടാ. മുടി മുടിക്കുമ്പോ ആളെ കത്ത് തരണേ. ഇത് രജിസ്റ്റേർഡാ. രജിസ്റ്റേർഡോ? എനിക്കിപ്പോ താരാ രജിസ്റ്റേർഡ് അയക്കാൻ? എന്നാ മകളുടെ റേഷൻ മാരേജ് കഴിഞ്ഞു കാണും. കൊട്ടാരത്തിൽ നിന്നാ, ഉദയപുരം കൊട്ടാരത്തിൽ നിന്ന്. കൊട്ടാരത്തിന്നോ? ഈശ്വര, ഞാൻ എന്താ സ്വപ്നം കാണുകയാണോ? ചേട്ടാ, ഇതിലൊന്ന് ഒപ്പിട്ടേ, ഓ. എന്നിട്ട് സ്വപ്നം കാണാം.
പൊട്ടിച്ച് വായിക്കേ. ഇപ്പൊ വേണ്ട. ഞങ്ങൾ രാജവംശത്തിൽപ്പെട്ടവരാണെന്ന് എത്ര വട്ടം പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരുത്തനുണ്ട്, അപ്പു. അവൻ തന്നെ പൊട്ടിച്ച് വായിക്കട്ടെ. എന്താ അപ്പു, എന്താ വിശേഷം? ഉദയപുരം കൊട്ടാരത്തിൽ നിന്ന് പാലസ് സെക്രട്ടറി നാളെ ഇങ്ങോട്ട് വരുന്നു. ഈശ്വര, എന്തിനാണാവോ പുറപ്പാട്? പണ്ടിവിടത്തെ മുത്തശ്ശിയെ രാജാവ് കണ്ട് മോഹിച്ച് സംബന്ധം ചെയ്തതല്ലേ? അതെ ആ വകയിൽ ഏക്കർ കണക്കിന് ഭൂമി കര ഒഴിവാക്കി തന്നിട്ടില്ലേ? അതെ അതെ. അതൊക്കെ വിറ്റും കളഞ്ഞു. ഒരുപക്ഷെ അതൊക്കെ പാട്ടത്തിന് തന്നാവും. ഇപ്പൊ അത് തിരിച്ചെടുക്കാനോ ജപ്തി ചെയ്യാനോ ആയിരിക്കും സെക്രട്ടറിയുടെ ഈ വരവ്. എന്റെ ഈശ്വര, ഭഗവതി